ഹേ ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോപ്പ് ബോക്സോ അലർട്ട് ബോക്സോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇപ്പൊ ഈവൻറ്റ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ വെബ്സൈറ്റിൽ ഡൈനാമിക് ഇന്ററാക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈവൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി അതിന്റെ ഡെഫിനിഷൻ പറയുന്നെങ്കിൽ ഒരു യൂസർ അല്ലെങ്കിൽ ബ്രൗസർ നടത്തുന്ന ആക്ഷൻസ് ആണ് ഈവൻറ്റ്സ്. ഒരു യൂസർ അല്ലെങ്കിൽ ബ്രൗസർ നടത്തുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ കണക്ക് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സിക്യൂഷൻ നടക്കണം, എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ആക്ഷനോ എക്സിക്യൂട്ട് ചെയ്യണം. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോണിന്റെ അകത്ത് ഡാർക്ക് മോഡ് എന്ന സ്വിച്ച് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നേരെ ലൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലോട്ട് പോകും. അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ചേഞ്ച് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു 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 ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് വർക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി, ഓരോ ഈവൻസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ കാണും. പിന്നെ നമ്മൾ ഈ ഫംഗ്ഷനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, എന്താണ് ഒക്കറൻസ് ചെയ്യണം, എന്താണ് ആ ഈവന്റ് ചെയ്യാനുള്ള അതിന്റെ കോഡ് മൊത്തം എഴുതണം. ഓക്കെ, അത് മനസ്സിലായില്ലെങ്കിൽ ആ പാട്ടൊന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇത്രയും ഓർത്തിരുന്നാൽ മതി. നമ്മൾ വെബ്സൈറ്റിൽ ഡൈനാമിക് ഇന്ററാക്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈവൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈവൻറ്റ്സ് കൊടുക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഓപ്പണിംഗ് ടാഗിന്റെ അകത്ത് ഈവന്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈവന്റ് JS ഈവന്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒരു ഈവന്റ് ആട്രിബ്യൂട്ട് എടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ഈവന്റ് നടക്കുമ്പോൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യും, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പൊ ആ ഫംഗ്ഷനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, ആ ആക്ഷൻ എന്ത് ചെയ്യും, പെർഫോമൻസ് ചെയ്യും. നമ്മൾ ഓപ്പണിംഗ് ടാഗിന്റെ അകത്ത് നമ്മൾ എന്താ ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ജാവാസ്ക്രിപ്റ്റ് ഈവന്റ് ആട്രിബ്യൂട്ട്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഓരോ പേരുണ്ട്, ഓരോ പേരിനും ഓരോ ഫംഗ്ഷനാലിറ്റിയാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഈ വാല്യൂ എന്താണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്, വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നത് ആ ഒരു ഈവന്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് എന്ത് ആക്ഷൻ ആണോ പെർഫോം ചെയ്യാനുള്ള അതാണ് നമ്മൾ എന്ത് ചെയ്തോണം, വാല്യൂക്കകത്ത് എഴുതി കൊടുക്കണം. പൊതുവേ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമുക്കൊരു ഈവന്റ് നോക്കാം, അതാണ് ഓൺ ക്ലിക്ക്. അപ്പൊ ഒരു ഈവന്റിന്റെ പേരാണ് ഓൺ ക്ലിക്ക്, JS ഈവന്റിന്റെ പേരാണ് ഓൺ ക്ലിക്ക്. ആ പേര് തന്നെ ഉണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. അപ്പൊ പൊതുവെ ഈ ഈവന്റ് എല്ലാം കൊടുക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റ് അല്ലെങ്കിൽ ടാഗിനുള്ളിലായിരിക്കും. അപ്പൊ ആ ടാഗിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ആ ഒരു ആക്ഷൻ പെർഫോം ആകത്തുള്ളൂ. അപ്പൊ ഞാൻ അവിടെ എഴുതുകയാണ്, ഞാൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ ബട്ടന് പേര് കൊടുക്കുകയാണ്, ടൈപ്പ് ചെയ്യേണ്ട ബട്ടന് പേര് കൊടുക്കുകയാണ്, ക്ലിക്ക് മീ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറയാണ്, എനിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു അലേർട്ട് ബോക്സ് പോപ്പപ്പ് ചെയ്ത് കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, അല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു അലേർട്ട് ബോക്സ് കാണിക്കണം. അപ്പൊ ക്ലിക്ക് എന്ന് പറഞ്ഞ ഈവന്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഏത് എലമെന്റിനാണോ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഏത് ടാഗിനാണോ എനിക്ക് ആ ഒരു ഈവന്റ് സെറ്റ് ചെയ്യാനുള്ള, ആ ടാഗിന്റെ ഓപ്പണിംഗ് ടാഗിന്റെ അകത്ത് ഏത് ഇവന്റ് ആണ് എനിക്ക് കൊടുക്കാനുള്ളത്, എനിക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ഇവന്റ് ആണ് കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ഓൺ ക്ലിക്ക്. ഈ ഓൺ ക്ലിക്കിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് പെർഫോം ചെയ്യാനുള്ള അത് കൊടുക്കണം. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കുകയാണ് അലേർട്ട്. അപ്പൊ അലേർട്ട് യൂസ് ചെയ്യുന്നത് ഒരു നോട്ടിഫിക്കേഷൻ പോലെ പോപ്പപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ അവിടെ കൊടുക്കുകയാണ് ബട്ടൺ ഈസ് ക്ലിക്കഡ്. ഇനി പേജ് റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് നടക്കും, ഒരു അലേർട്ട് ബോക്സ് പോപ്പപ്പ് ആയിട്ട് വരും. കണ്ട, ബട്ടൺ ഈസ് ക്ലിക്ക്. പിന്നെ ഈ മേളത്തെ ഈ JS കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഒന്നും വരത്തില്ല. ഏത് ക്ലിക്ക് ചെയ്യണം, ഏതിന്റെ അകത്താണോ ഞാൻ ഈവന്റ് കൊടുത്തിട്ടുള്ള അതിൽ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണോ ട്രിഗർ ചെയ്യാൻ പറയുന്നത് ആ ഒരു ആക്ഷൻ പെർഫോം ആയിട്ട് കാണിക്കും. എനിക്കിപ്പോൾ H1 ടാഗിനാണ് എന്തെങ്കിലും ചെയ്യാനുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, H1 ഓപ്പണിംഗ് ടാഗിനകത്ത് പോയിട്ട് ഏത് ഇവന്റ് ആണ് എനിക്ക് കൊടുക്കുന്നത്, ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം കാണിക്കണം. അപ്പോൾ ഓൺ ക്ലിക്ക് ഞാൻ അതിൻ്റെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അലേർട്ടിൻ്റെ അകത്ത് H1 ഈസ് ക്ലിക്കഡ്. ഇനി റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ H1 കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ട്രിഗർ ആവും. അതേപോലെ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആണ് കൊടുത്തത്. ഇപ്പൊ ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ താഴോട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. സ്ക്രിപ്റ്റിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്റെ ഫംഗ്ഷന്റെ പേരാണ്
ക്ലിക്ക് മെസ്സേജ് എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ഫംഗ്ഷനകത്ത് ഞാൻ കൊടുക്കുകയാണ് ഒരു അലൈഡ് ബോക്സ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഫംഗ്ഷന് ഒരു വാല്യൂ കൊടുക്കാൻ, ക്ലിക്ക് ബട്ടൺ ഈസ് ക്ലിക്ക്. ഈ ഫംഗ്ഷൻ എപ്പോൾ മാത്രമേ കാൾ ആവത്തുള്ളൂ, മീൻസ് ഫംഗ്ഷൻ എപ്പോൾ മാത്രമേ എക്സിക്യൂട്ട് ആകത്തുള്ളൂ, ഫംഗ്ഷൻ നെയിം വെച്ച് കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ എപ്പോഴും എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. അപ്പൊ നമ്മളിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എഴുതുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ക്ലിക്ക് ഇവന്റിന്റെ അകത്ത് എന്ത് ചെയ്യണം, വാല്യൂ ഫംഗ്ഷൻ നെയിമായിട്ട് പാസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഏതിനെ കോൾ ചെയ്യും, ക്ലിക്ക് മെസ്സേജ് എന്ന ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് അതാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് സിൻടാക്സ്. ഓപ്പണിംഗ് ടാഗിൻ്റെ അകത്ത് നമ്മൾ ഈവന്റ് ആട്രിബ്യൂട്ടിന്റെ അകത്ത് ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം ആ ഫംഗ്ഷന്റെ പേര് എഴുതി കൊടുക്കണം, മീൻസ് കോൾ ചെയ്യണം. ഇനി ആ റീഫ്രഷ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ ബട്ടൺ ഈസ് ക്ലിക്ക്ഡ്. അപ്പോൾ ഓൺ ക്ലിക്ക് ഇത്രയേ ഉള്ളൂ. ഏത് എലമെന്റിനാണോ ഓൺ ക്ലിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ എലമെന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആക്ഷൻ പെർഫോം ആവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ വേറൊരു എക്സാമ്പിളും കൂടി ചെയ്യാം. ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ആവണം, അത് കണക്ക് എന്ത് ചെയ്യണം, ഈ ജാവാസ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന ടെക്സ്റ്റ് വൈറ്റ് ആവണം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കോഡ് എഴുതാം. അപ്പൊ അതിന്റെ കോഡ് എഴുതാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാം, ഐഡിക്ക് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ബോഡിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി കൊടുത്താൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആവത്തുള്ളൂ. അത് കണക്ക് H1ലെ ടെക്സ്റ്റ് വൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ H1ന് എന്ത് ചെയ്യണം, കളർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്ത് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ ഡയറക്റ്റ് CSS യൂസ് ചെയ്താണ് ചെയ്തത്. പക്ഷെ ഞാൻ ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിലെ ഈവന്റ് യൂസ് ചെയ്താണ് ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം, അതേപോലെ H1 ടാഗിന്റെ കളർ മാറ്റണം. അത് JS യൂസ് ചെയ്തിട്ടാണ്, JSലെ ഈവന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H1നും ഈ ബോഡിക്കും ഒരു പേര് കൊടുക്കണം. പേര് കൊടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ID. ID എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള പേര് കൊടുക്കാൻ വേണ്ടിയാണ് ID യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ IDക്കകത്ത് ഞാൻ ഏത് പേര് കൊടുത്താലും അതെന്ത് ചെയ്യും, ആ ഒരു ടാഗിനെ വിളിയേക്കും. ഇപ്പൊ അമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ടാഗാണ് വിളിയേക്കുന്നത്, ബോഡിയാണ്. അത് കണക്ക് ഞാൻ ഇപ്പൊ ഈ IDക്കകത്ത് ഇപ്പൊ ഞാൻ അനശ്വര എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അനശ്വര എന്ന് നമ്മൾ എപ്പോഴൊക്കെ വിളിക്കും അപ്പോഴെല്ലാം ആര് വിളിയേക്കും, ഈ ഒരു H1 ആയിരിക്കും വിളിയേക്കും. അപ്പൊ ID എന്ന് പറയുന്നത് ജസ്റ്റ് ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ജസ്റ്റ് ഒരു പേര് കൊടുക്കാൻ വേണ്ടി, ഐഡന്റിറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ID കൊടുക്കുന്നത്. ഇവിടെ ഞാൻ അമലൊന്നും അനശ്വരൊന്നും കൊടുക്കുന്നില്ല, ഞാൻ ഇപ്പൊ തൽക്കാലം ബോഡി എന്ന് കൊടുക്കുന്നു, അതാണ് H1 എന്ന് കൊടുക്കും. അപ്പൊ ഇതിന് രണ്ടിനും യുണീക്ക് ആയിട്ടുള്ള ID സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യണം, ഈ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് മാറണം, അതേപോലെ H1നെ മാറണം. അപ്പൊ ഞാൻ ആൾറെഡി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആൾട്ടർ ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ മാറ്റണം. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാഗിനെ സെലക്ട് ചെയ്യാം. ഈ ടാഗിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് പാസ് ചെയ്ത് കൊടുത്താൽ മതി, ഈ ID മാത്രം പാസ് ചെയ്ത് കൊടുത്താൽ മതി. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡോക്യുമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, ഡോം എന്നുള്ള കൺസെപ്റ്റ്, അത് യൂസ് ചെയ്താണ്. അപ്പൊ നമുക്ക് ഡോക്യുമെന്റ് എന്നുള്ള വാല്യൂ എഴുതുക, എന്നിട്ട് ഡോട്ട് നമുക്ക് ഏത് വെച്ചാണ് ടാഗിനെ സെലക്ട് ചെയ്യാനുള്ള, ID വെച്ചാണ് ടാഗിനെ സെലക്ട് ചെയ്യാനുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ അകത്തൊരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡിന്റെ പേരാണ് ഗെറ്റ് എലമെന്റ് ബൈ ID. ഇതിന്റെ അകത്ത് പാരാന്തസിസിനകത്ത് സിംഗിൾ കോട്സിന്റെ അകത്ത് ഏത് ടാഗാണ് സെലക്ട് ചെയ്യാനുള്ള ആ ടാഗിന്റെ ID പാസ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഏത് ടാഗാണ് സെലക്ട് ചെയ്യാനുള്ള, ബോഡി. അപ്പൊ അത് പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് നടക്കും, ഈ ഒരു ബോഡി ടാഗ് സെലക്ട് ആയി. ഈ ബോഡി ടാഗിനെ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റൈല് ഏതിലോട്ട് മാറ്റണം, സ്റ്റൈലിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിലോട്ട് മാറ്റണം. അപ്പൊ അതിനുവേണ്ടി വീണ്ടും ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് സ്റ്റൈൽ എന്നുള്ള പ്രോപ്പർട്ടി വിളിച്ച് അതിൻ്റെ അകത്ത് എന്ത് ചെയ്ത് വീണ്ടും ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന പ്രോപ്പർട്ടി വിളിച്ച് അതിൻ്റെ അകത്ത് എന്ത് ചെയ്ത് ഈക്വൽ ടു കളർ എടുത്തു ബ്ലാക്ക്. ഓക്കെ, ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടാഗിനെയാണ് എനിക്ക് മാറ്റം വരുത്തുള്ള അതിനെ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ HTML നമുക്ക് എല്ലാത്തിനെയും ഡോക്യുമെന്റ് എന്ന രൂപത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഇവിടെ നമ്മൾ ഇൻസ്പെക്ഷൻ എടുത്തിട്ട് ഞാൻ ഇവിടെ ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ HTML കോഡ് നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഡോക്യുമെന്റിന്റെ ഒരു പവർ. അപ്പൊ നമുക്ക് ഡോക്യുമെന്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ എലമെന്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഡോക്യുമെന്റിനകത്ത് ID എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്താണ് എലമെന്റിനെ ആക്സസ് ചെയ്ത് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ എലമെന്റ് എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റൈല്
സ്റ്റൈലിൻ്റെ അകത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഈവന്റ് ആണ് ലിസൺ ചെയ്യുന്നത്. ആ ഈവന്റിന്റെ പേരാണ് ഓൺ ക്ലിക്ക്. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ഈ ഒരു ക്ലിക്ക് മെസ്സേജ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇതെന്ത് പറഞ്ഞു കൊടുക്കും? ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കും. അപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി. ഇനി നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ള? ഈ ജാവാസ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ സിമ്പിൾ തന്നെ. ഇപ്പൊ നമ്മൾ ബോഡി വിളിച്ചില്ല, അതേപോലെ നമ്മൾ ഏതിനെ കോൾ ചെയ്യണം? H1 കോൾ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, നമ്മൾ ഐ ഡി വെച്ചിട്ടാണ് കൊടുത്തത്. പാരാന്തസിസിനകത്ത് സിംഗിൾ കോഡ്സിന്റെ അകത്ത് ഏത് എലമെന്റിനാണ് സെലക്ട് ചെയ്യാനുള്ള അതിന്റെ കറസ്പോണ്ടിങ് ഐ ഡി പാസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കളറാണ് മാറ്റാനുള്ളത്. അപ്പൊ നമ്മൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം? സ്റ്റൈൽ പ്രോപ്പർട്ടിക്കകത്ത് കളർ എന്നുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു ഇട്ടിട്ട് ഏത് കളറിലോട്ടാണ് കൺവേർട്ട് ചെയ്യാനുള്ള ആ കളറിന്റെ വാല്യൂ കൊടുക്കണം. സെമിക്കോള ഇടാം, ഇടാതെ ഇരിക്കാം, ജാവാസ്ക്രിപ്റ്റ് ആണ്, ഓപ്ഷൻ ആണ്. ഇനി ഞാൻ റീഫ്രഷ് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കണം നിങ്ങൾ ഡിഫറൻസ്. നേരെ ഡാർക്ക് മോഡ്, ഒരു സിമ്പിൾ ചീപ്പ് ഡാർക്ക് മോഡിലോട്ട് പോയത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഡൈനാമിക് ബിഹേവിയർ അല്ലെങ്കിൽ അതിന്റെ ഇന്ററാക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ ഈവന്റ് യൂസ് ചെയ്യണം. അപ്പൊ അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഈവന്റ് ആണ് ഓൺ ക്ലിക്ക്. പേര് തന്നെ ഉണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ട്രിഗർ ആവത്തുള്ളൂ. ഏത് എലമെന്റിനാണോ ഈവന്റ് സെറ്റ് ചെയ്യുന്നത് ആ എലമെന്റിൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇവിടെ ഞാൻ ഏതിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്? ബട്ടണിലാണ്. അപ്പൊ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു ഈവന്റ് എന്ത് ചെയ്യത്തുള്ളൂ? എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ഞാൻ നേരെ H1 കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പൊ H1 വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഇവിടുന്ന് ഒന്നില്ലെങ്കിൽ കോപ്പി ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ അപ്പൊ കോപ്പി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? H1 ക്ലിക്ക് ചെയ്താലും വർക്കാവും, ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും വർക്കാവും. അടുത്ത് നോക്കാൻ പോകുന്നത് ഓൺ മൗസ് ഓവറും അതാണെങ്കിൽ ഓൺ മൗസ് ഔട്ടും ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതും ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ജാവാസ്ക്രിപ്റ്റ് ഈവന്റ്സ് ആണ്. ഓൺ മൗസ് ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ മൗസ് കൊണ്ട് ഒന്നിൽ കൊണ്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൗസ് ഒരു ടാഗിനുള്ളിൽ എൻ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം നടക്കണം. ക്ലിക്കാ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക? മൗസ് കൊണ്ട് ഒന്നിന്റെ മേളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ മതി. ഒരു ടാഗിന്റെ മുകളിൽ മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ നടക്കും. ആ ഒരു ഈവന്റിനെ പറയുന്നതാണ് ഓൺ മൗസ് ഓവർ എന്ന് പറയുന്നത്. അതേപോലെ ഓൺ മൗസ് ഔട്ട് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ടാഗിൽ നിന്ന് പുറത്ത് വരുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ ടാഗ് നിൽക്കുകയാണ്, ഇതൊന്ന് പുറത്ത് വരുമ്പോൾ മൗസ് പുറത്ത് വരുമ്പോൾ എന്തെങ്കിലും ആക്ഷൻ ട്രിഗർ ആവണം. ഒന്ന് എൻ്റർ ചെയ്യുമ്പോൾ ട്രിഗർ ആവും, ഒന്ന് ലീവ് ചെയ്യുമ്പോൾ ട്രിഗർ ആവും. അപ്പൊ ഇവിടെ ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഹോവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്, ഐ ഡി യൂസ് ചെയ്ത പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കണ്ടന്റും കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു ഡേറ്റയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഈവന്റും അതിന്റെ ഫംഗ്ഷനും എഴുതാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈവന്റ് കൊടുക്കുകയാണ്. നമ്മളെ ഈവന്റിന്റെ പേരാണ് ഓൺ മൗസ് ഓൺ മൗസ് ഓവർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഫംഗ്ഷൻ നെയിം എഴുതുക. അപ്പൊ ഞാൻ അവിടെ ഫംഗ്ഷന്റെ പേര് കൊടുക്കണം മൗസ് എൻ്റർ, പാരാന്തസിസ് ഇട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ വന്നിട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ്, ഫംഗ്ഷൻ എന്ന കീവേഡ്, നമ്മളെ ഫംഗ്ഷന്റെ പേര്, പാരാന്തസിസ്, എന്നിട്ട് ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? അലേർട്ട് യൂസ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അലേർട്ടിനകത്ത് ഞാൻ കൊടുക്കുകയാണ് എൻ്റർ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഞാൻ ഈ മൗസ് കൊണ്ട് ആ പി ടാഗിന്റെ അവിടെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ ഒരു അലേർട്ട് ബോക്സ് പ്രിന്റ് ചെയ്ത് കാണിക്കും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും. ഇതാണ് എൻ്റർ. ഓക്കെ, നമുക്ക് ഈ എക്സാമിൽ കുറച്ചും കൂടി കില്ലടിയാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഹോവർ ഓവർ മീന്ന് കാണിച്ച് ഈ ഒരു ടെക്സ്റ്റ്, ഈ ഹോവർ ഓവർ മീ എന്നുള്ള സംഭവം മാറിയിട്ട് മൗസ് എൻ്റർ എന്നൊരു മെസ്സേജ് ഇവിടെ തന്നെ കാണിക്കണം. ഡൈനാമിക് ആയിട്ട് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യണം. നമുക്ക് അത് ചെയ്യാം. അപ്പൊ അത് ചെയ്യാനുള്ള എന്താണ് ചെയ്യാനുള്ള? ഈ ആൾറെഡി ഉള്ള പി ടാഗിനുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ റൈഡ് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിന് ചെയ്യാൻ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഒരു പി ടാഗിനെ സെലക്ട് ചെയ്യണം. ഐ ഡി വെച്ചിട്ട് പി ടാഗിനെ സെലക്ട് ചെയ്യണം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഡോക്യുമെന്റ് ഡോട്ട് ഐ ഡി ആയിട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, പാരാന്തസിസിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് ഏത് എലമെന്റിനാണോ സെലക്ട് ചെയ്യാനുള്ള ആ എലമെന്റിന്റെ കറസ്പോണ്ടിങ് ഐ ഡി പാസ് ചെയ്യുക. ഓക്കെ, ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവിടെ ഒരു 3 ടൈപ്പ് പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്ന് ഇന്നർ HTML, ഇന്നർ ടെക്സ്റ്റ്, അത് കണക്ക് ടെക്സ്റ്റ് കണ്ടന്റ്. ഈ 3 പ്രോപ്പർട്ടിയിലെ ചെറിയൊരു ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും?
ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 പ്രോപ്പർട്ടി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനോ ഓവർറൈഡ് ചെയ്യാനോ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്നർ ടെക്സ്റ്റ് ആണ്. ഈ ഇന്നർ ടെക്സ്റ്റിനകത്ത് ഞാൻ എന്ത് വാല്യൂ കൊടുക്കുമോ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഉണ്ടല്ലോ റീഫ്രഷ് ചെയ്തിട്ട് ഈ മൗസ് പതുക്കെ നീക്കി ഞാൻ ഇവിടെ കൊണ്ടുപോകുമ്പോൾ കണ്ട ഇപ്പുറത്ത് ഞാൻ എന്ത് സാധനമാണ് കൊടുക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് ഓവർ റൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വേണ്ടത് മൗസ് എൻ്റെ എന്നുള്ള മെസ്സേജാണ്. ഓക്കെ, ഇനി നേരെ മൗസിനെ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് നടക്കും, ഈ ഒരു പി ടാഗിന്റെ കണ്ടന്റ് ഇന്നർ ടെക്സ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇന്നർ ടെക്സ്റ്റ് ഉണ്ട്, ഇന്നർ HTML ഉണ്ട്, ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ട്. ഇതിൽ ഏത് യൂസ് ചെയ്താലും വിലയ്ക്ക് വ്യത്യാസം വരും. അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ കാണും വാല്യൂ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഓൺ മൗസ് ഓവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു സംഭവം എക്സിക്യൂഷൻ എന്താണോ പറയുന്നത് ആ ഒരു എക്സിക്യൂഷൻ ഞാൻ പറഞ്ഞ കോംപ്ലക്സ് ആക്കുന്നില്ല. മൗസ് ആ എലമെന്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ആക്ഷൻ ട്രിഗർ ആവും. അതേപോലെ മൗസ് പുറത്ത് ആ ഒരു ടാഗിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ ഈവന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ ട്രിഗർ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഈവന്റ് ആണ് ഓൺ മൗസ് ഔട്ട്. അപ്പൊ ഇതിനു വേണ്ടി ഓൺ മൗസ് ഔട്ട് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. മൗസ് ലീവ് എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷന്റെ പേര് ഒന്ന് മാറ്റി കൊടുക്കാം. ആണെങ്കിൽ നമുക്കൊന്ന് എൻ്റർ അടിച്ച് നമുക്ക് 2 ലൈനാക്കി കാണിച്ചു തരാം. ഈ ഒരു ഫംഗ്ഷന്റെ പേര് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, ഇന്നർ ടെക്സ്റ്റിനെ മാറ്റി കൊടുക്കാം. ലീവ്. ഇനി റീഫ്രഷ് ചെയ്തിട്ട് ഞാൻ മൗസ് ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ കണ്ട മൗസ് എൻ്റേർഡ് ആയി. ഇനി മൗസ് പതുക്കെ താഴോട്ട് വരുമ്പോൾ ആ ടെക്സ്റ്റ് വീണ്ടും ഓവർ റൈഡ് ആവും. മൗസ് ലീവ്, മൗസ് എൻ്റർ, മൗസ് ലീവ്, മൗസ് എൻ്റർ, മൗസ് ലീവ്. ഓക്കെ, അപ്പൊ ഈ 2 ഈവന്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ഇന്ററാക്റ്റീവ് ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത് നോക്കാൻ പോകുന്നത് ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഈവന്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓൺ ചേഞ്ചിന് പ്രത്യേകത എന്ന് വെച്ചാൽ വാല്യൂവിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ ട്രിഗർ ചെയ്യും. ചേഞ്ച് വരുമ്പോൾ മാത്രമേ ഈ ഒരു ഈവന്റ് ട്രിഗർ ചെയ്യത്തുള്ളൂ, അല്ലാതെ ട്രിഗർ ചെയ്യത്തേ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, 3 വാല്യൂസ് 3 പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ തവണ ഈ പേര് മാറ്റുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, എനിക്ക് ഒരു ഈവന്റ് എക്സിക്യൂട്ട് ചെയ്യണം. ചേഞ്ച് നടക്കുമ്പോൾ എന്ത് ചെയ്യണം, എനിക്കൊരു ഈവന്റ് എക്സിക്യൂഷൻ നടക്കണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓൺ ചേഞ്ച് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, ഷോ ചേഞ്ച്ഡ് വാല്യൂ എന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി നേരെ കൊടുക്കുകയാണ് അലേർട്ടിൻ്റെ അകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു മെസ്സേജ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചേഞ്ച് ഇടണം. ഓക്കെ, റീഫ്രഷ് ചെയ്ത് ഓക്കെ. ഇനി ഞാൻ അമലെന്ന് മാറ്റിയിട്ട് ഞാൻ ഇപ്പം അനശ്വരനെ സെലക്ട് ചെയ്യണം. അപ്പൊ എന്താണെന്ന് വാല്യൂ മാറിയപ്പോൾ ചേഞ്ച് എന്ന ഫംഗ്ഷൻ ട്രിഗർ ആയി. പിന്നെ അത് ചിപ്പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാണാം വീണ്ടും വാല്യൂ മാറി. അനശ്വരയിൽ നിന്ന് ഏതിലോട്ട് പോയി, ചിപ്പിലോട്ട്. അമൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മാറി. അപ്പൊ വാല്യൂ മാറുന്ന അനുസരിച്ച് എന്താവും, ഫംഗ്ഷൻ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കൂടുതലായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബോക്സിന്റെ അകത്ത്, ഇൻപുട്ട് ഫീൽഡിന്റെ അകത്ത്, ടെക്സ്റ്റ് ഏരിയക്കകത്ത്, സെലക്ട് ടാഗിന്റെ അകത്ത് എവിടെയൊക്കെയാണ് വാല്യൂസ് മാറാൻ സാധ്യതയുള്ള അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഓൺ ചേഞ്ച് ഈവന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ചും കൂടി അഡ്വാൻസ് ആക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ, ചേഞ്ച് എന്ന് മാത്രമേ കാണിച്ചുള്ളൂ. ഏതിലോട്ട് ചേഞ്ച് ചെയ്തെന്നുള്ള വാല്യൂ കാണിച്ചിട്ടില്ല. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത് ഇപ്പൊ അനശ്വരയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചിപ്പി ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിലും എനിക്കിവിടെ ചേഞ്ച് എന്ന് കാണിച്ചുള്ളൂ, ഏതിലോട്ട് ചേഞ്ച് ചെയ്തെന്ന് അറിയത്തില്ല. അപ്പൊ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന്റെ വാല്യൂയും കൂടി എനിക്ക് പാസ് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏതാണ് സെലക്ട് ചെയ്തത് അതിന്റെ വാല്യൂ കൂടി പാസ് ചെയ്യണം. അപ്പൊ അതിന് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാരാന്തസിസ് അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ അകത്ത് ദിസ് ഡോട്ട് എന്നുള്ള ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റൻസിൽ നിന്നും
ഏത് വാല്യൂ ആണോ സെലക്ട് ചെയ്താൽ ആ വാല്യൂ ആയിരിക്കും ഇവിടെ സ്റ്റോർ ആയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ അനശ്വരനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വന്ന് കിടക്കുന്നത്? അനശ്വര ആയിരിക്കും. ഞാൻ അമലെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വന്ന് കിടക്കുന്നത്? അമൽ എന്നായിരിക്കും. ഞാൻ ചിപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ചിപ്പി ആയിരിക്കും. ദിസ് ഡോട്ട് വാല്യൂ അങ്ങനത്തെ ഒരു പാരാമീറ്റർ ആണ് കൊടുത്തത്. അപ്പൊ പാരാമീറ്റർ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാരാമീറ്റർ ഡിഫൈൻ കൂടി ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വല്ല പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ പാരാമീറ്റർ അല്ലെങ്കിൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ സ്വീകരിക്കണം. ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് സ്വീകരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള ഒരു പാരാമീറ്റർ വാല്യൂ സെറ്റ് ചെയ്യാം, വേരിയബിൾ സെറ്റ് ചെയ്യാം. ഞാൻ വാല്യൂ എന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള എ എന്ന് വേണമെങ്കിൽ എ എന്ന് സെറ്റ് ചെയ്ത് തരാം. ഇനി എന്ത് ചെയ്യണം? ചേഞ്ച് ടു പ്ലസ് കോൺകാറ്റിനേഷൻ എ. ഇനി ഞാൻ റീഫ്രഷ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ട ചേഞ്ച് ടു അനശ്വര, ചിപ്പി എടുത്തതിന് ചേഞ്ച് ടു ചിപ്പി. ഇനി അമൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ടു അമൽ. അപ്പൊ ഈ വാല്യൂ എങ്ങനെയാണ് പാസ് ചെയ്താ? ദിസ് ഡോട്ട് വാല്യൂ എന്നൊരു പാരാമീറ്റർ യൂസ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്ത സെലക്ട് ചെയ്യണ വാല്യൂ ഫംഗ്ഷനിൽ കൂടെ പാസ് ചെയ്തത്. അപ്പൊ ഈ സെലക്ട് ഓപ്ഷൻ, ഈ സെലക്ട് ടാഗിന്റെ അകത്ത് ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണം ആ ഓപ്ഷന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് വരുന്നത്. വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ ആട്രിബ്യൂട്ടിനകത്ത് എഴുതുന്ന ഡേറ്റയാണ് ഇവിടെ വരുന്നത്. ഈ വാല്യൂ അല്ല. ഇപ്പൊ ഞാൻ അനശ്വര അവിടെ ഞാൻ ഇപ്പൊ അനഷ് എന്ന് മാത്രമേ കൊടുത്തോളൂ. ഇപ്പൊ ഞാൻ അനശ്വര സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അനഷ് എന്ന് മാത്രമേ വന്നോളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഇതാണ് ശരിക്കും വാല്യൂ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഒരു പി ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ആ പി ടാഗിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ ഇതിന് എന്ത് കൊടുക്കുന്ന ഒരു ഐഡി കൊടുക്കുന്നു, ഡിസ്പ്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സെലക്ട് ചെയ്യുമ്പോൾ അലേർട്ട് ബോക്സിന് പകരം ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എവിടെ കൊണ്ടുപോയി കൊടുക്കണം? ഓവർറൈഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പി ടാഗിനുള്ളിൽ ഓവർറൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ ആ പി ടാഗിനെ സെലക്ട് ചെയ്യണം. ഒബ്ജക്റ്റ് ഡോക്യുമെന്റ് യൂസ് ചെയ്യുക. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. നമ്മൾ ആ പി ടാഗിന്റെ ഐ ഡി എന്തിനാണ്? ഡിസ്പ്ലേ. അത് നമ്മൾ സിംഗിൾ കോഴ്സിൽ പാസ് ചെയ്യുക. ഇനി നമുക്ക് എന്താണ് പാസ് ചെയ്യാനുള്ളത്? അല്ലെ ടെക്സ്റ്റിനെയാണ് ഓപ്പറേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇന്നർ HTML ഉണ്ട്, ഇന്നർ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് കണ്ടന്റും ഉണ്ട്. അപ്പൊ ഇന്നർ ടെക്സ്റ്റ് കഴിഞ്ഞതിൽ നോക്കി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് ഈ തവണ നോക്കാം. ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു എനിക്ക് ഏത് വാല്യൂ ആണ് വരാനുള്ള? ഈ സെലക്ട് ചെയ്ത വാല്യൂ ആണ് വരാനുള്ള. ആ വാല്യൂ അതിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കണം, എക്കകത്ത്. അപ്പൊ എ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി റീഫ്രഷ് ചെയ്യുക. ഒരു പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അനഷ്. നമുക്ക് കുറച്ചും കൂടി കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അകത്ത് ചേഞ്ച് ടു പ്ലസ്. ഇനി ഞാൻ പേര് സെലക്ട് ചെയ്ത് കണ്ട ചേഞ്ച് ടു നമുക്ക് ഇവിടെ പേര് മാറ്റാം. അനശ്വര. വാല്യൂ മാറി, വീണ്ടും വാല്യൂ മാറി. അപ്പൊ ഓൺ ചേഞ്ച് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ്, വാല്യൂവിന് ചേഞ്ച് ഒക്കർ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഈവന്റ് ട്രിഗർ ആവത്തുള്ളൂ. എപ്പോഴാണോ വാല്യൂക്ക് വ്യത്യാസം വരുന്നത്, മാറ്റം വരുന്നത്, അപ്പം മാത്രമേ ഓൺ ചേഞ്ച് എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. പിന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവന്റ് ഉണ്ട്, ഓൺ ക്ലിക്ക്. ഓൺ ക്ലിക്ക് അല്ല, സോറി, ഓൺ ലോഡ്. ഓൺ ലോഡ് എന്ന് പറയാൻ നേരത്ത് പേജ് ലോഡ് ചെയ്യണ സമയത്ത് തന്നെ ഒരു ഫംഗ്ഷൻ ട്രിഗർ ചെയ്യണം. പേജ് ലോഡ് ആകുമ്പോൾ തന്നെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെന്ന്, ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമെയിൽ അടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പോപ്പ് ബോക്സ് ആയിരിക്കും പൊതുവെ വരുന്നത്. അല്ലെങ്കിൽ ചില വെബ്സൈറ്റിൽ കയറുമ്പോൾ വാർണിംഗ് ഒക്കെ കാണിക്കത്തില്ലേ? അത് സെറ്റ് ചെയ്യണത് ഓൺ ക്ലിക്ക് അല്ല, ഓൺ ലോഡ് യൂസ് ചെയ്താണ്. അപ്പൊ ഓൺ ലോഡ് പൊതുവെ യൂസ് ചെയ്യുന്നത് ബോഡി ടാഗിനുള്ളിലായിരിക്കും കൊടുക്കുന്നത്. ബോഡി ടാഗിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ലോഡ് കൊടുക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഓൺ ലോഡ് എന്ന് പറഞ്ഞ ഈവന്റ് കൊടുക്കുക. പിന്നെ അവിടെ കൊടുക്കുകയാണ് അലേർട്ടിന്റെ അകത്ത് വാർണിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പേജ് ലോഡ് ആകുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കും. ഈ വാർണിംഗ് കാണിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെസ്റ്റ് ഓഫ് ദ കോഡ് എക്സിക്യൂട്ട് ചെയ്തോളൂ. പിന്നെ ഇപ്പൊ റീഫ്രഷ് ചെയ്ത് തന്നെ ഫസ്റ്റ് കാണിക്കുന്ന ആ വാർണിംഗ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ വെച്ചാൽ കൊടുക്കാം കേട്ടോ. പിന്നെ അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷന്റെ പേര് കൊടുക്കണം വാർണിംഗ് മെസ്സേജ് എന്ന് കൊടുത്ത് നമുക്ക് താഴെ എന്ത് ചെയ്യാം? ഇതിന്റെ ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. സ്പെല്ലിംഗ് ഒന്ന് നോക്കണ്ട. ഞാൻ അലേർട്ട് ബോക്സിനെ കൊടുത്ത് വാർണിംഗ് മെസ്സേജ് ഫ്രം ഫംഗ്ഷൻ. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? കേട്ടാ, പേജ് ലോഡ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ ഒരു കണ്ടന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൊമേഴ്സ് ആണെങ്കിൽ ഓഫേഴ്സ് ഒക്കെ പെട്ടെന്ന് പോപ്പപ്പ് കാണിക്കാം, 50% ഓഫ് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് നിങ്ങളെ വയസ്സ് ഇത്രയും മേളായിരിക്കണം ഈ സൈറ്റിൽ കയറണമെങ്കിൽ, അങ്ങനത്തെ വല്ലതും, അല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ ഈവൻസുകൾ ജാവാസ്ക്രിപ്റ്റിനകത്തുണ്ട്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ ഓരോ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചാറ്റ് ചോദിച്ചാലും കാണിക്കും. അത് നിങ്ങൾ ഓരോ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങളെ ടാസ്കിന് അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്ത് പഠിക്കണമായിരിക്കും നല്ലത്. ശരി, നിങ്ങൾ ഓരോ പ്രോജക്റ്റ് ചെയ്ത് നോക്കണം. ഈ കാൽക്കുലേറ്റർ, വീഡിയോ പ്ലെയർ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യും, തോനെ ഈവന്റുകൾ പഠിക്കും. അപ്പോൾ ഒരു ഐഡിയ കത്തും എങ്ങനെ ചെയ്യണോ. നിങ്ങൾക്കാണെങ്കിൽ ചലഞ്ചിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് പേരടിച്ചിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് ഫീൽഡിനകത്ത് ക്രിയേറ്റ് ചെയ്യണ പേര് താഴെ ഒരു ടാഗിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു ഫീൽഡിൽ നിന്ന് വാല്യൂ എടുക്കുന്നത് ഈ സെയിം ടെക്നിക്കാണ് കേട്ടോ. പറംസിനകത്ത് ദിസ് ഡോട്ട് വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റും, ഇൻപുട്ട് ബോക്സ് എന്ന് വാല്യൂ എടുക്കാൻ പറ്റും, ടെക്സ്റ്റ് ഏരിയ എന്ന് വാല്യൂ എടുക്കാൻ പറ്റും, ചെക്ക് ബോക്സ് എന്ന് വാല്യൂ എടുക്കാൻ പറ്റും. വാല്യൂ എടുക്കുന്ന ഏത് സ്ഥലമുണ്ടോ അതിനകത്ത് ഇങ്ങനെ കൊടുത്തിരുന്നാൽ മതി, ദിസ് ഡോട്ട് വാല്യൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പറംസ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. കഴിഞ്ഞൊരു എക്സാമ്പിളിനകത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിന്റെ അകത്ത് വാല്യൂ എടുക്കണം ഞാൻ പറഞ്ഞു. പാരാമീറ്ററിനകത്ത് ദിസ് ഡോട്ട് വാല്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് വാല്യൂ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് പാരാമീറ്ററിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈവന്റ് എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ഈവന്റിന്റെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഡേറ്റാസും നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിക്കേണ്ട, ഓരോ ഈവന്റിനകത്തും തോനെ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സ് ഹൈഡ് ചെയ്തിരിക്കണം എന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷെ ഈവന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഈവന്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹൈഡ് ചെയ്തിട്ടുള്ള സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യം ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു വേറൊരു ഈവന്റ് നോക്കാം. ആ ഈവന്റിന്റെ പേരാണ് ഓൺ കീ ഡൗൺ. ഓൺ കീ ഡൗൺ എന്ന് പറയുമ്പോൾ ഓൺ കീ ഡൗൺ ഇതൊരു ഈവന്റ് ആണ്. ഈ ഈവന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കീബോർഡിന്റെ അകത്ത് ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നടക്കണം. കീബോർഡിനകത്ത് ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് നടക്കാൻ വേണ്ടി, മീൻസ് എന്തെങ്കിലും ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ഓൺ കീ ഡൗൺ യൂസ് ചെയ്യണം, കീ പ്രസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇൻപുട്ട് ഫീൽഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു പി ടാഗും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു ഐഡിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈവന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈവന്റിന്റെ പേരാണ് ഓൺ കീ ഡൗൺ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുകയാണ് ഷോ കീ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫംഗ്ഷൻ എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ഇപ്പോൾ വേണ്ട, ഫംഗ്ഷൻ പാസ് ചെയ്യുക. നമുക്ക് ഒരു അലേർട്ട് ബോക്സിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കീ പ്രസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. കീ പ്രസ് ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു, ട്രിഗറായി. ഇപ്പൊ ഞാൻ ഒരു വൈ എന്ന് ഞാൻ ഇൻപുട്ട് ബോക്സിനകത്ത് വൈ എന്ന് ടൈപ്പ് ചെയ്യണേ, വൈ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് നടക്കും, അത് ട്രിഗർ ആവും. എപ്പോൾ കീബോർഡ് പ്രസ് ചെയ്യുക അപ്പോൾ മാത്രം ട്രിഗർ ആവത്തുള്ളൂ. ഇത് പുറത്തുകൊണ്ടേ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്കാവത്തില്ല. ഏത് കൊണ്ട് വെക്കണം, എവിടെയാണോ ഞാൻ ലിസണർ ആ ഒരു ഈവന്റ് വെച്ചിട്ടുള്ള അതിൽ കൊണ്ട് പ്രസ് ചെയ്താൽ മാത്രമേ ലിസൺ ആവത്തുള്ളൂ. ഞാൻ ഇപ്പൊ ഈ ഒരു ഇൻപുട്ട് ഫീൽഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈവന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവന്റ് എന്നാണ് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈവന്റ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഇ വി ടി എന്ന് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പൊതുവെ ഈവന്റ് അല്ലെങ്കിൽ ഇ എന്നായിരിക്കും കൊടുക്കുന്നതാണ്, ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ എന്താണ് പാസ് ചെയ്യുന്നത് അതായിരിക്കണം ഇവിടെയും പാസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ ഇവന്റിനകത്ത് തോന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, കൺസോളിനകത്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് ഈവന്റ് എന്നുള്ള പാരാമീറ്റർ പാസ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാൻ നേരത്ത് കണ്ട നമുക്ക് ആ ഓൺ കീ ഡൗൺ എന്ന് പറഞ്ഞ ഈവന്റിന്റെ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രസ്റ്റഡ് ആണോ, കീ ഏത് കീ ആണ് പ്രസ് ചെയ്തത്, ഞാൻ ഏത് കീ ആണ് പ്രസ് ചെയ്തത്, എ എന്ന് പറഞ്ഞ കീ ആണ് പ്രസ് ചെയ്തത്, അതിന്റെ കോഡ്, അതിന്റെ ലൊക്കേഷൻ, നമ്മൾ കൺട്രോൾ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടോ, ആൾട്ട് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടോ, ഇഷ്ടം പോലെ തോനെ
ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യും ഇതൊന്ന് കിട്ടും. ഇനിയുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ഈവന്റിനും ഇതേപോലത്തെ തോനെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലത്തെ ഇൻഫർമേഷൻ ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവന്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് പാരാമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഇതൊക്കെ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ കൊടുക്കുകയാണ് കീ പ്രസ്ഡ് പ്ലസ് ഈവന്റ് ഡോട്ട് കീ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു കീ പ്രസ് ചെയ്യാണ്, ജി പ്രസ് ചെയ്യണം, കണ്ടാ കീ ഈസ് പ്രസ്ഡ്, ഏതാണ് പ്രസ് ചെയ്തത്, ജി. ഇനി ഓക്കെ കൊടുത്താൽ മാത്രമേ ആ ജി ഇവിടെ വരത്തുള്ളൂ. അപ്പൊ ആൾറെഡി ആ കീബോർഡ് ഈവന്റിനകത്ത് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, കീ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അത് ആക്സസ് ചെയ്യാൻ സാധിച്ചു. ഈവന്റ് ഡോട്ട് കീ, ആ കീ ഇതാണ്. പിന്നെ ഇവിടെ കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കീ ജി എന്ന് കാണിച്ചു തരും. ഇപ്പൊ എന്ത് കോഡ് എന്ന് ഞാൻ കൊടുത്ത്, കോഡ് എന്ന് കൊടുത്തിട്ട് ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീ ജി. ഇപ്പൊ ഞാൻ വേറെ വല്ല പ്രസ് ചെയ്യണം, ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തൊരു പി കൊടുക്കുകയാണ്, കീ. ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ എടുക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ പറ്റും. നേരത്തെ എക്സ്പാൻഡ് ചെയ്താണെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാം. കണ്ടാ അതിന്റെ ടൈം സ്റ്റാമ്പ് എന്താണ്, ഏത് ടൈപ്പ് ഈവന്റ് ആണ് നടന്നത്, കീ ഡൗൺ അതാണ് നടന്നത്. അപ്പൊ ഓരോ ഈവന്റിനും ഇതേപോലത്തെ തോനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡേറ്റാസും ഉണ്ട്. അത് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഈവന്റ് പാരാമീറ്റർ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ഈവന്റിന്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡിക്കകത്ത് എന്ത് കൊടുക്കുക, പി ടാഗിന്റെ ഐ ഡി സ്ട്രിങ് ആണ്. സോ സിംഗിൾ കോഴ്സിനകത്ത് അത് പാസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്നർ HTML ഇന്നർ ടെക്സ്റ്റോ ഇഷ്ടമുള്ള കൊടുക്കാൻ ഞാൻ അവിടെ കൊടുക്കുകയാണ് ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് കീ ഈസ് പ്രസ്ഡ്. ഏത് കീ ആണ് പ്രസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈവന്റ് യൂസ് ചെയ്യാം. ഈവന്റിനകത്ത് തോന്നെ പ്രോപ്പർട്ടി ഉണ്ട്, അതിലൊരു പ്രോപ്പർട്ടിയാണ് കീ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. എ ഈസ് പ്രസ്ഡ്, എം ഈസ് പ്രസ്ഡ്, എ ഈസ് പ്രസ്ഡ്, എൽ ഈസ് പ്രസ്ഡ്. അപ്പൊ നമ്മൾ നേരത്തെ വാല്യൂ എടുക്കാൻ പഠിച്ച് അതേപോലെ ഈവന്റ് യൂസ് ചെയ്ത് പഠിച്ചു.